സ്കോർമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഫുഡ് റിലേറ്റഡ് വീഡിയോ അല്ല, ഒരു മ്യൂസിയം കാണാൻ വേണ്ടി വന്നേക്കുവാണ്. ഇത് ഈ പുറകെ കാണുന്നതാണ് മ്യൂസിയം. അപ്പോൾ ഇതെൻ്റെ വീടിൻ്റെ അടുത്താണ്, പക്ഷേ ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഷാൻ സ്കോർമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇതാണ് എൻട്രൻസ്. ഇതിൻ്റെ ചെരുപ്പ് പുറത്തൂരിയിടണം എന്നാണ് കാണിച്ചേക്കുന്നത്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കയറുമ്പോൾ തന്നെ ഒരു വിളക്ക് പോലത്തെ ഒരിത് കാണാം. ഇവിടെ ചെരുപ്പിട്ടുകൊണ്ട് കയറരുതെന്നാണ് കേട്ടോ അവർ പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഷൂ ഇവിടെ വയ്ക്കാം. നമുക്ക് എന്നിട്ട് അകത്തോട്ട് കയറാം. ടിക്കറ്റിന് 100 രൂപ എന്തോ ആണെന്നാണ് എൻ്റെ അറിവ്. ഇത് ഈ പുള്ളിയാണ് കേട്ടോ ഇതിൻ്റെ ഫൗണ്ടർ. ആർക്കിടെക്ചറൽ മ്യൂസിയം ആണ്. 3 ഫ്ലോറുണ്ട്. ഡിഫറെൻറ്റ് ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ മലബാർ കൊച്ചി ഗ്രൗണ്ട് ഫ്ലോർ മലബാറാണ്. ഇസ്ലാമിക് ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്. അതായത് സീലിംഗ്, വിൻഡോസ്, ഡോർസ് എല്ലാം പഴയ ഇസ്ലാമിക് ഹൗസസിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഫസ്റ്റ് ഫ്ലോർ വരുന്നത് കൊച്ചിൻ സ്റ്റൈലിലാണ്. കൊളോണിയൽ സ്ട്രക്ചർ, പോർച്ചുഗീസ്, ഡച്ച് ഇൻഫ്ലുവൻസ്, ട്രഡീഷണൽ ഡാൻസ് കോസ്റ്റ്യൂംസ്, ജ്വല്ലറീസ് ഒക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോർ ട്രാവൻകൂർ സ്റ്റൈലാണ്. പഴയൊരു കൂത്തമ്പലത്തിൻ്റെ മോഡലിലാണ് ചെയ്തിരുന്നത്. അത് നമുക്കൊരു സീലിംഗ് ഉണ്ട്. 63 ടണ്ണാണ് ആ സീലിങ്ങിൻ്റെ വെയിറ്റ്. അതിന് പില്ലറുകളോ മറ്റു കോൺക്രീറ്റ് സപ്പോർട്ടുകളോ ഒന്നുമില്ല. അതൊരു വുഡ് ടു വുഡ് ഇൻ്റർലോക്കിംഗ് സിസ്റ്റമാണ്. ഇതെല്ലാം ഒരാളുടെ കളക്ഷനാണ്. സാറിൻ്റെ പേര് മിസ്റ്റർ ജോർജ് ജെ തളിയത്തെന്നാണ്. അദ്ദേഹത്തിൻ്റെ 40 വർഷത്തെ കളക്ഷനാണ്. ഏകദേശം 40,000-ഓളം ആർട്ടിഫാക്റ്റ് ചെറുതും വലുതുമായിട്ട് നമ്മളിവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. സോ 3 ഫ്ലോർ കംപ്ലീറ്റ് കേരള കൾച്ചർ എക്സ്പീരിയൻസ്. താങ്ക് യു ഗൈസ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്ത് ഇത് ഡോർ തുറന്ന് അകത്ത് കയറണേ. ഒരാൾക്ക് ടിക്കറ്റ് 200 രൂപ കേട്ടോ വരുന്നത്. 200 പ്ലസ് 100 രൂപ ക്യാമറ എടുക്കാൻ എക്സ്ട്രാ 100 രൂപ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഓരോന്നും ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഗൈസ്, കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇതാണ് കേട്ടോ. മുത്തുമക്കൾ തഴി നന്നങ്ങാടി, 1000 BC, ലൊക്കേഷൻ തമിഴ്നാട്. ഗൈസ്, ഇത് വായിച്ചപ്പോൾ മനസ്സിലായത് ഈ കോപ്സൊക്കെ ഇല്ലേ, എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞ് ശവം ഇതിൻ്റെ അകത്താണ് അടക്കുന്നത്. അതാണ് കേട്ടോ ഇത്. ഗൈസ്, പിന്നെ ഇത് ശ്രീകൃഷ്ണയുടെ ഒരു സ്റ്റാച്ചു ആണ്. ഇത് വുഡും കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. 18th സെഞ്ച്വറിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നല്ല ഒരു മ്യൂസിക്കൊക്കെ കേൾക്കാം. പിന്നെ ഒരു പ്രത്യേക ഒരു നല്ലൊരു വൈബാണ് ഇതിൻ്റെ അകത്ത്. ഒരു ഹിസ്റ്ററിക്കൽ പഴയ ഒരു സ്ഥലത്ത് പോയ ഒരു ഫീലാണ്. പിന്നെ മോളിലെല്ലാം ഓരോരോ ഫോട്ടോസൊക്കെ ഉണ്ട്. Traditional dance costumes, jewelries are exhibited on. Second floor, Travancore. Travancore is south part of Kerala. It's like a temple architecture style. And there we have ഗൈസ്, ഇവിടെ കുറേ ടോയ് എലിഫൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ആ ചേച്ചി പറഞ്ഞത് ഇവിടുത്തെ ഹിസ്റ്ററീനെ പറ്റിയാണ്. പക്ഷെ നമ്മളെല്ലാം നോക്കി നോക്കി വായിച്ചു പോകുന്നതാണ് നല്ലത്. പിന്നെ ഇതാണ് ഐരാവതം. പണ്ടത്തെ രാജാക്കന്മാരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആനയാണ്. ഇതെല്ലാം പഴയതാണ്. 16th സെഞ്ച്വറി പിന്നെ BC-യിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇവർ ശേഖരിച്ച് വെച്ചേക്കുന്നത്. ഇതാണ് കേട്ടോ പാമ്പിനെ മറ്റേ കുഴലൂതി ഇതാക്കൂലേ. 18th സെഞ്ച്വറി. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ആചാരങ്ങളുടെയും ഒരു പ്രതിമ ഇവിടെ ഉണ്ട് കേട്ടോ. പല്ലാങ്കുയിൻ എന്ന് പറയുന്ന സാധനമാണ് ഇത്. പണ്ടത്തെ രാജാക്കന്മാരെയൊക്കെ ഇരുത്തി എടുത്തുകൊണ്ട് പോകുന്ന ഒരിതാണ്. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, സെയിം സാധനം. 19th സെഞ്ച്വറിയിലുള്ളതാണ് കേട്ടോ ഇത്.
ഇതൊരു മോങ്കാണ്. അത് കണ്ട താളിയോലയിലൊക്കെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. തമിഴാണ് കേട്ടോ ഈ എഴുതിയേക്കുന്നത്. മണിച്ചിത്രത്താഴ് ഡോർ ലോക്കാണ് കേട്ടോ. ഇതിനകത്ത് നാഗവല്ലി ഉണ്ടാവും. ഇതൊന്നും തുറക്കാൻ സമ്മതിക്കില്ല അവർ. ഇതൊക്കെ ക്ലോസ്ഡ് എന്ന് എഴുതി വെച്ചേക്കണം. പിന്നെ ഇതാണ് ഛത്രപതി ശിവാജി. ഇതും 17ാം സെഞ്ചുറിയിൽ ഉണ്ടാക്കിയേക്കുന്ന ശില്പമാണ്. ഇതെല്ലാം മരം കൊണ്ടാണ് ഇവിടെ എല്ലാ സാധനവും ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷെ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇത്ര ദിവസമായിട്ട് ഒരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത് എല്ലാം. പിന്നെ ഈ കാണിക്കുന്ന ഡോറാണ് പണ്ടത്തെ കേരളത്തിലെ ഡോറുകൾ. ഇപ്പം നമ്മൾ കയറി വന്നത് ഇതേപോലത്തെ ഡോറാണ്. പിന്നെ ഈ പ്രതിമേനെ സൂചിക്കുന്നത് കോഴിയന്നം എന്ന് പറഞ്ഞൊരു കലാചാരമാണ്. പണ്ടത്തെ കെട്ടുകാഴ്ച എന്ന് പറഞ്ഞൊരു ആർട്ട് ഫെസ്റ്റിവലിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. പണ്ട് കൃഷിയൊക്കെ ചെയ്യുന്ന സമയം കെട്ടുകാഴ്ച എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ നടക്കുമായിരുന്നു. അപ്പോൾ അതിന് വെക്കുന്ന ഒരു രൂപമാണിത്. ഇവിടെ പാട്ട് കേൾക്കുന്നത് ഈ സ്പീക്കറിൽ നിന്നാണ് കേട്ടോ. പിന്നെ ക്രിസ്ത്യൻ കലാചാരത്തിലൊരു ഇതും ഫുള്ള് വുഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതും 15th സെഞ്ചുറിയിൽ പണിതതാണ്. കാലത്ത് തന്നെ ഇതൊക്കെ ഇത്ര സൂപ്പറായിട്ട് പണിതവരെ സമ്മതിക്കണമല്ലേ. 15th സെഞ്ചുറിയിൽ പണിതാണ്. പണ്ടത്തെ കാലത്തെ മൃദംഗവും ചെണ്ടയൊക്കെയാണ്. ഇതൊക്കെ ഉണ്ട് ഇത്ര വർഷമായിട്ടും ഒന്നും പറ്റാതെ ഇരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഫ്ലോറെല്ലാം ഫുള്ള് ഈ തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആണി അടിച്ച് ഇതിങ്ങനെ ചവിട്ടുമ്പോൾ നെങ്ങിപ്പോണ്ട് അകത്തോട്ട്. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഫ്ലോർ കഴിഞ്ഞ് നമുക്കിനി അടുത്ത ഫ്ലോറിലോട്ട് പോവാം. ഇതെല്ലാം കല്ലിൽ കാർവ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ശില്പങ്ങളാണ് കേട്ടോ. ഈ റൂമിൽ ഫുള്ള് ഇങ്ങനത്തെ ഫോട്ടോസും ശില്പങ്ങളുമാണ് ഉള്ളത്. ഇതെല്ലാം തഞ്ചാവൂർ ഗ്ലാസ് പെയിന്റിങ്സ് ആണ് ഇതെല്ലാം. പിന്നെ ഇത് പഴയ സെറാമിക് ആർട്ടിഫാക്ട്സ് ആണ്. ഇതിൻ്റെ അകത്തോട്ട് കയറ്റൂല, ഇത് അടച്ചിട്ടേക്കണേ. പണ്ടത്തെ ആൻറ്റിക് ഹുക്ക കണ്ടെയ്നേഴ്സ്. പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഇത് പിന്നെ മറ്റേ പണ്ടത്തെ അപ്പൂപ്പന്മാരൊക്കെ വലിക്കുന്ന സിഗരറ്റാണ്. ഇവിടെ ഫുള്ള് സിഗരറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് വെച്ചേക്കുന്നത്. പിന്നെ ഇത് പണ്ടത്തെ പനയോലയാണ്. ഇത് എല്ലാത്തിലും ഞാൻ ശ്രദ്ധിച്ചു, എല്ലാത്തിലും തമിഴിലാണ് കേട്ടോ എഴുതിയേക്കുന്നത്. ഇത് കണ്ടോ. പിന്നെ ഇത് തെയ്യത്തിൽ അരയിൽ കൊടുക്കുന്ന ആ ബെല്ലാണിത്. പിന്നെ ഇത് തെയ്യത്തിൻ്റെ ഓരോരോ രൂപങ്ങളാണ്. ഇത് പാലോട്ട് തെയ്യം, പിന്നെ ഭഗവതി തെയ്യം,
തൈപ്പറ ദേവത തെയ്യം. എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ ഇരിക്കണേട്ടാ. പിന്നെ ആകെ വ്യത്യാസമുള്ളത് ഇതാണ്, ഇത്രയധികം തെയ്യത്തിൻ്റെ വ്യത്യാസമായ രൂപങ്ങളുണ്ട് കേട്ടോ. ഉച്ചിലോട്ട് ഭഗവതി തെയ്യം, ഇതൊക്കെ ഇവിടെ വരുമ്പോഴാണ് കേട്ടോ അറിയണം ഇതൊക്കെ ഇത്ര ഉണ്ടെന്ന്. പിന്നെ ഇത് തെയ്യം കളിക്കുമ്പോൾ കയ്യിൽ വെക്കുന്ന ഇതാണ് സ്വാഡ്സും വാളൊക്കെയാണ്. ये वाले तो हमने देखे हैं, ये वाले പിന്നെ ഓരോരോ ഓയിൽ പെയിൻറ്റിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പ് കയറി അടുത്ത തലയിൽ പോണേ. ഇവിടുത്തെ പലതും നമുക്ക് എന്താന്ന് പോലും മനസ്സിലാവില്ല കേട്ടോ. ഇതൊക്കെ ഓരോരോ നക്ഷത്രങ്ങൾ അങ്ങനെ ഇതൊക്കെയാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഗൈഡ് എടുക്കാം. ആദ്യം ഗൈഡ് ഒരാൾ വന്നായിരുന്നു, പക്ഷേ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ തനിയെ എല്ലാം വായിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് ഗൈഡ് ഞാൻ വിളിച്ചില്ല. ഈ രൂപങ്ങളൊക്കെ കണ്ട ഇതൊക്കെ എക്സിബിഷനും സെയിലിനും വെച്ചേക്കുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇതിനൊക്കെ എത്ര രൂപയാണ്? വില ഇതിൽ എഴുതിയിട്ടില്ല കേട്ടോ. ഇവരോട് ചോദിച്ചാൽ പറഞ്ഞു തരുമായിരിക്കും. നമ്മളെന്തായാലും ഇതൊന്നും വാങ്ങിക്കാൻ പോകണില്ല. പഴയ നാണയങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. ഫോട്ടോഗ്രാഫി ഷോപ്പ് അല്ല, ഞാൻ 100 രൂപ സ്റ്റോപ്പ് ചെയ്തത്. This entire center portion is for sale. These are the excess collection of the museum. So please have a look. ഇത് കഴിഞ്ഞ് ഇനി അടുത്ത ഫ്ലോറിലോട്ട് പോവാം. ഇതുകൂടി കഴിഞ്ഞാൽ തീർന്ന് 3 ഫ്ലോറാണുള്ളത്. ലാസ്റ്റ് ഫ്ലോറിലോട്ടാണ് കേട്ടോ നമ്മൾ പോകണം. ഒരു കുഞ്ഞു ഡോറുണ്ട്, ഇതിൻ്റെ അകത്ത് എന്താണെന്നറിയില്ല. തുറന്നു നോക്കണോ? ഇല്ല, അവിടെ പൂട്ടിട്ടേക്കണം. ഇതാണ് പഴയ കാലത്തെ കോയിൻസ് കേട്ടോ. ഇതൊക്കെ എത്ര രൂപയെന്ന് പോലും അറിയില്ല. സാബർ പിന്നെ ഇത് പണ്ടത്തെ കാലത്തെ
ഓർണമെൻറ്റ്സ് ഒക്കെയാണ്. ഇതിൽ വിലയുണ്ട്, 3750 രൂപ. കൊള്ളാട്ടാ. ഇത് പഴയ ബൈബിളാണ് കേട്ടോ. ഇത് കളക്ഷൻ ഓഫ് ഹോളി ബൈബിൾ ഇൻ ഫ്രഞ്ച്. പഴയ കാലത്തെ ഓൾഡ് സീ ആ റൂട്ടിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ ഇത്. ഇത്ര വർഷമായിട്ട് ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്നുണ്ടത്. പക്ഷെ ഇതൊന്നും തുറന്നു നോക്കാനൊന്നും പറ്റില്ല, നമുക്ക് ഇങ്ങനെ നോക്കാനേ പറ്റൂ. പണ്ടത്തെ കാലത്തെ ചെസ് ബോർഡാണ് കേട്ടത്. കൊള്ളാലേ. അപ്പം ഇത്ര ഉള്ളൂ. നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. 3ാമത്തെ ഫ്ലോറിൽ ഇതൊക്കെയാണുള്ളത്. കൂടുതലും ഇവിടെ എല്ലാം വുഡും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണം. പഴയ കളക്ഷൻസാണ് മൊത്തം. ഇവിടെ എന്തായാലും ഈ വഴി വരുന്നവരും വീഡിയോ കാണുന്നത് മിക്കവരും സാധിക്കുകയാണെങ്കിൽ ഇവിടെ വരിക. പണ്ടത്തെ കേരളത്തിൻ്റെയും പഴയകാലത്തെ എല്ലാം അറിയാൻ പറ്റും, ചരിത്രമൊക്കെ അറിയാൻ പറ്റും നിങ്ങൾക്ക്. എല്ലാ ചരിത്രവും എല്ലാ കാര്യവും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൈഡ് കൊടുക്കാം. ഗൈഡിൻ്റെ ഇതും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് ഉറപ്പായിട്ടും കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ എനിക്ക് നല്ലൊരു ഹിസ്റ്ററിക്കൽ പ്ലേസിൽ പോയി കുറേ കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞതുപോലെ ഒരു ഫീലുണ്ട്. എല്ലാ പ്രതിമകളെ പറ്റിയും ഫുൾ ഡീറ്റെയിൽസും അവിടെ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാം മനസ്സിലായി. പിന്നെ അവർ പറഞ്ഞു തന്നുകൊണ്ട് എല്ലാം ക്ലിയറായി. അപ്പോൾ പറ്റുന്നവരെന്തായാലും ഈ ഫോക്ലോർ മ്യൂസിയത്തിൽ വരാൻ നോക്കുക. എറണാകുളത്ത് തേവര ജംഗ്ഷൻ, തേവര ഫെറിയിലേക്ക് പോകുന്ന സിഗ്നലിൻ്റെ അവിടെയാണ് ഈ മ്യൂസിയം വരുന്നത്. ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഫ്രം ഷാൻസ് കോർണർ.